പണ്ടൊക്കെ നമ്മുടെ കേരളത്തിൽ ഒരു കുഴൽക്കിണർ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ നമുക്കത് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം നമ്മളെല്ലാം അവിടെ അന്നേരം ഓടിക്കൂടും. ഒരു കുഴൽക്കിണർ ഒരു സ്ഥലത്ത് കുത്തുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു 4-5 കിലോമീറ്റർ ചുറ്റളവിലാണെങ്കിൽ നമ്മൾ അന്നേരം അവിടെ ഓടിക്കൂടുക. കാരണം ഒരു വലിയ നാഷണൽ പെർമിറ്റ് ലോറിയിൽ അതിൻ്റെ മിഷനും വലിയ PVC പൈപ്പുകളെല്ലാം കെട്ടിവെച്ച് ഒരു 10-15 ചേട്ടന്മാർ ആ ലോറിയിൽ വന്ന് ഇറങ്ങുവാണ്. അങ്ങനെ ഇറങ്ങിയിട്ട് നമ്മുടെ മുമ്പിൽ കൂടെ സാധനം എല്ലാവരും സെറ്റ് ചെയ്യുന്നു. അപ്പോഴത്തേക്കും കുറച്ച് പേര് പോയിട്ട് ആ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറിനോട് ഇതിന് എത്ര മൈലേജ് കിട്ടും, ഒരു ദിവസം എത്ര കിലോമീറ്റർ നിങ്ങൾ ഓടും, എത്ര കുഴിക്കണ്ടർ നിങ്ങൾ അടിക്കും, അങ്ങനെയുള്ള കാര്യം സംശയങ്ങൾ ചോദിക്കുന്നു. പണിക്കാരോട് സംസാരിക്കുന്നു, അവർക്ക് ചായ കൊണ്ട് കൊടുക്കാൻ മത്സരിക്കുന്നു. ഭയങ്കര ഒരു ആഘോഷമായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇന്നത്തെ തലമുറയ്ക്ക് ചിലപ്പോൾ ഒന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. പക്ഷേ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ആഘോഷമായിരുന്നു. എന്നാൽ ഇപ്പം ഞാൻ ഈ ഇടുന്ന വീഡിയോ ഇല്ലേ, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ കേട്ടോ. നിങ്ങളത് കണ്ടു നോക്ക്. അത് ഞാൻ ഇങ്ങനെ പറഞ്ഞാലോ ഈ വീഡിയോയ്ക്കകത്ത് കണ്ടാലോ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇത് മനസ്സിലാകത്തില്ല. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതമായി പോയി. കാരണം വെറും 2 ആളുകൾ, വെറും 2 പേര് വെറും 3 മണിക്കൂർ എടുത്തില്ല. ചേട്ടന്മാർ 2 പേരും കൂടെ 3 മണിക്കൂർ എടുത്തില്ല. അവരെ ഇടയ്ക്ക് പാട്ടൊക്കെ പാടി അവർ വീട്ടുകാരും എല്ലാം പറഞ്ഞ് അവർ ഏകദേശം 24 അടി ആഴമുള്ളൊരു കുഴൽക്കിണർ വെറും 2.25 മണിക്കൂർ കൊണ്ട് അവർ കുത്തി അതിനകത്ത് പൈപ്പ് വിട്ട് കുഴൽക്കിണറിന് സെറ്റ് ചെയ്ത് അതിൻ്റെ എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്തിട്ട് അവർ വീട്ടിൽ പോയി. അന്ന് കണ്ടു നോക്ക് നിങ്ങൾ. അവർ ഈ കുഴിയെടുക്കുന്നുണ്ടോ, ഈ കുഴിയെടുക്കുന്നത് കമ്പിയുടെയായിട്ട് നമ്മുടെ ഈ എന്നാ പറയുന്നത് മണ്ണുമാന്തി പോലൊരു സാധനം ഉണ്ടേ. അത് വെച്ചിട്ട് ഒരു ചേട്ടൻ ഇങ്ങനെ വട്ടത്തിൽ കുഴിക്കും. ഒരു പുള്ളിക്കാരൻ അടുത്തിരുന്ന മണ്ണ് കോരി കളയും. ഒരു 4-5 അടി ആഴത്തിൽ അത് കുഴിച്ച് കഴിയുമ്പോഴത്തേക്ക് കൈ എത്തില്ലാത്ത ആഴമാകുമ്പോഴത്തേക്കും പിന്നെ അവർ ആ മണ്ണ് മാറുന്ന സാധനമില്ല. അതുകൊണ്ട് കുഴിച്ചിട്ട് അതിങ്ങ് പൊക്കിയെടുക്കും. അടുത്തിരിക്കുന്ന ആൾ ആ മണ്ണ് അതിൻ്റെ ഇളക്കി കളയും. അങ്ങനെ ഇളക്കി 5 അടി ആയി കഴിയുമ്പോഴത്തേക്കും ഒരു 4 ഇഞ്ച് വ്യാസമുള്ളൊരു പൈപ്പ് ഉണ്ടല്ലോ, PVC പൈപ്പ്, അത് ആ കുഴിക്കകത്തോട്ട് അങ്ങ് നേരെ ഇറക്കി വിടും. ഇറക്കി താഴെ വെച്ചു ആ മണ്ണിൻ്റെയും PVC പൈപ്പിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലം മണൽ കൊണ്ട് അങ്ങ് നിറച്ചിട്ട് അവരെന്നെ ചെയ്തു, ഈ PVC പൈപ്പ് അതിൽ കുറച്ച് ചാണകം ഇട്ടു. ചാണകം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ കുറച്ച് ആദ്യം എന്നിട്ട് വെള്ളം അങ്ങ് ഒഴിച്ച് നിറയ്ക്കും. അത് കഴിഞ്ഞ് പിന്നെ അവർ എന്നാ പറയുക, നമ്മൾ ഈ ഇറക്കി വിടാനുള്ള ഇരുമ്പിൻ്റെ പൈപ്പ് ഉണ്ടല്ലോ, ആ പൈപ്പിൻ്റെ അറ്റത്ത് കണക്ടറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ പൈപ്പ് അങ്ങ് ഇറക്കി വിടും. 5 അടിയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 12 അടിയുള്ള പൈപ്പാന്ന് കൂടിയോ. അപ്പോൾ 5 അടി അങ്ങ് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവരുടെ നമ്മുടെ പണ്ടത്തെ നമ്മുടെ ഈ കൊല്ലനൊക്കെ ആലയിൽ കത്തിരാകുന്ന കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞാൽ നടുക്ക് ക്രോസ് ആയിട്ടൊരു മുള വെക്കും. ആ മുളയിലൊരു കമ്പി ഇങ്ങനെ ക്രോസ് വെക്കും. എന്നിട്ട് ആ മുളയെ കൂട്ടി ഞാൻ കെട്ടി വെക്കും. അപ്പോൾ ഇപ്പറയും കൈ കൊണ്ട് പിടിക്കാൻ പറ്റും, അപ്പുറത്ത് അവരുടെ സംഭവങ്ങൾ നടക്കുകയും ചെയ്യും. അതുപോലെ ഇപ്പുറത്ത് കൈ പിടിക്കാനുള്ള സ്ഥലവും അപ്പുറത്തുള്ള കയറെ കെട്ടിയിട്ട് ഈ PVC ഈ ഇരുമ്പിൻ്റെ പൈപ്പെ കൂട്ടി ഞാൻ കെട്ടി വെക്കും. അങ്ങനെ കെട്ടി വെച്ചിട്ട് താഴേക്ക് മുകളിലേക്ക് ഇങ്ങനെ വലിക്കുകയാണ്. അങ്ങനെ വലിക്കുമ്പോൾ ഉണ്ടല്ലോ അത് എന്നാ സൂപ്പറാണെന്ന് അറിയാം. അത് കാണണം നിങ്ങൾ. കണ്ടപ്പം താഴെ ഇരിക്കുന്ന പുള്ളിക്കാരനെ സഹായിക്കുന്നു. അങ്ങനെ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് പിന്നെ അവർ ഇടയ്ക്ക് നിർത്തിയിട്ട് ആ മണ്ണിന് മുകളിലുള്ള ഭാഗം അവർ കട്ട് ചെയ്ത് മാറ്റിക്കളയും. അങ്ങനെയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അങ്ങനെ ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ പൈപ്പ് തീരുമ്പോഴത്തേക്കും അടുത്ത പൈപ്പ് കണക്ട് ചെയ്യും. അടുത്ത പൈപ്പ് കണക്ട് ചെയ്ത് അങ്ങനെ 24 അടിയോളം അവർ ഇറക്കി വിട്ട്. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അതാ പൈപ്പ് പിടിക്കുന്ന ആളുണ്ടല്ലോ, അയാൾ ആ പൈപ്പിൻ്റെ മുകളിലൊരു പൈപ്പിൻ്റെ ആ വ്യാസം ഉണ്ടല്ലോ, അതിനകത്ത് ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുക. അതിനകത്തോടെയാണ് ഈ അടിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ പൊങ്ങി വരുന്നത് കേട്ടോ. ആ വെള്ളം പൊങ്ങി വന്നിട്ട് അതിൻ്റെ അകത്തോടെ ഇങ്ങനെ വെള്ളം ഇടയ്ക്കിടെ ഇങ്ങനെ കൈ പൊക്കുമ്പോൾ വെള്ളം തെറിക്കും. വെള്ളം കുഴൽക്കിണറിൽ കൂടെ നല്ലപോലെ വന്നു കഴിയുമ്പോഴത്തേക്ക് ആ വെള്ളം മുകളിലേക്ക് ഇങ്ങനെ ചീറ്റി തെറിക്കും. അങ്ങനെയാണ് കുഴൽക്കിണറിൽ വെള്ളം വന്നവരറിയുന്നത്. അങ്ങനെ ഇത് ഞാനിങ്ങനെയൊന്നും പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. നിങ്ങളതുണ്ടല്ലോ നിങ്ങളത് കാണുന്ന സംഭവം. ഇതെന്നെ സംഭവം എന്നറിയാം. നിങ്ങളിന്ന് കണ്ടിട്ട് എൻ്റെ പൊന്നെ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. നിങ്ങൾ കണ്ടേച്ച് സൂപ്പർ വീഡിയോ ആണെങ്കിൽ മാത്രം കേട്ടോ, അടിപൊളി വീഡിയോ ആണെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ലൈക്ക് അടിക്കുക, പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റും ചെയ്തേക്കണേ. എന്നിട്ട് പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് വിടുക. ഇത് എല്ലാവരും കാണട്ടെന്നേ. കാരണം നമ്മൾ ഒരു വർഷം ഒരു 10-60 വർഷം മുമ്പ് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നില്ല. 50 വർഷം മുമ്പ് കേരളത്തിൽ ഇങ്ങനെ ആയിരുന്നായിരിക്കും. പക്ഷേ എൻ്റെ അറിവ് വെച്ചിട്ട് ഇങ്ങനെയല്ല. ഞാൻ വണ്ടിയെല്ലാം കണ്ടേക്കുന്നത്. അപ്പോൾ ചിലപ്പം വണ്ടിയൊക്കെ നമ്മുടെ നാട്ടിൽ അത്ര ഒരു ഫേമസ് ആകുന്നതിന് മുമ്പ്, മിഷനൊക്കെ വരുന്നതിന് മുമ്പ് ചിലപ്പോൾ ഇങ്ങനെ ആയിരുന്നിരിക്കാം. പക്ഷേ ഇവിടെയും ഈ പറയുന്ന വണ്ടി വെച്ച് വണ്ടിയിൽ മെഷീൻ കൊണ്ടുവന്നിട്ട് കുഴൽക്കിണർ കുഴിക്കുന്ന സംഭവം ഇവിടെ ഉണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെയാണ് അവർ കുഴിക്കുന്നത്. ഇത് ഭയങ്കര സെറ്റപ്പാണ് എന്ന് പറഞ്ഞാൽ 2-2.5 മണിക്കൂർ കൊണ്ട് അവരുടെ പണി കഴിച്ചിട്ട് സംഭവം സെറ്റ് ചെയ്ത് വെറും എനിക്ക് ചിലവായ പൈസ എന്ന് പറഞ്ഞാൽ 3000 രൂപ പണിക്കൂലിയുമായി 14,750 രൂപയുടെ സാധനം മേടിച്ചു കൊടുക്കേണ്ടി വന്നു. ഈ പൈപ്പ് എല്ലാം കൂടെ കൂടിയിട്ട് ഇത്രയും ചിലവായിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇത്രയും ചിലവായിട്ടുള്ളൂ എനിക്ക്. അതുകൊണ്ട് സംഭവം ഒക്കെ ആയി. അപ്പോൾ ഇത് വളരെയേറെ സൂപ്പറാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. കണ്ടേച്ചും നിങ്ങൾ മറുപടി പറയാൻ പറ്റുമെങ്കിൽ മാത്രം മറുപടി പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ മറുപടിയും പറയണ്ട, ലൈക്ക് അടിക്കണം, ഒന്നും ചെയ്യേണ്ടെന്നേ കേട്ടോ. എന്നാൽ ശരി, എന്നാൽ ഓക്കെ. നിങ്ങൾ